നമസ്കാരം. CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇപ്പോൾ നടക്കുന്നത് നാടകങ്ങളെ പോലും വെല്ലുന്ന സംഭവ വികാസങ്ങളാണ്. VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പുറത്തിറക്കേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് അച്ചടിയും വിതരണവും പെട്ടെന്ന് നിർത്തിവെച്ച് മുടക്കിയത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഒന്നാം പേജിൽ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിൽ VSന്റെ ഓർമ്മക്കുറിപ്പ് അച്ചടിച്ചപ്പോൾ പത്രത്തിന്റെ പിൻപേജിൽ വന്നത് കള്ളൻ വിജയൻ എന്ന നാടക കലാകാരനെ കുറിച്ചുള്ള ഫീച്ചറായിരുന്നു. ഒന്നാം പേജിൽ VSും അവസാന പേജിൽ കള്ളൻ വിജയനും വന്നാൽ അത് മുൻകാല വിഭാഗീയതയുമായി കൂട്ടി വായിക്കപ്പെടുമെന്നും പാർട്ടിക്കുള്ളിലെ ചരിത്രം വീണ്ടും ചർച്ചയാകുമെന്നും ഭയന്ന് ദേശാഭിമാനി നേതൃത്വം അടിയന്തരമായി അച്ചടി നിർത്തിവെക്കുകയായിരുന്നു. കള്ളൻ വിജയൻ എന്ന ആ തലക്കെട്ട് വന്നില്ലായിരുന്നെങ്കിൽ അന്ന് VS സർക്കാരിനെ അട്ടിമറിക്കാൻ പാർട്ടിയിലിരുന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ യഥാർത്ഥ കള്ളൻ വിജയൻ ആരാണെന്ന് ജനങ്ങൾക്ക് ഇത്രത്തോളം വ്യക്തമാകില്ലായിരുന്നു. സംഭവം വിവാദമായതോടെ റെസിഡന്റ് എഡിറ്ററും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിചിത്രമായ ന്യായീകരണമാണ് നൽകിയത്. പ്രസിന് സാങ്കേതിക തകരാർ സംഭവിച്ചതുകൊണ്ടാണ് വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച അച്ചടിക്കാൻ കഴിയാതിരുന്നതെന്നും തിങ്കളാഴ്ച വിതരണം ചെയ്തെന്നും കള്ളൻ വിജയൻ എന്നൊരു ഫീച്ചറേ പത്രത്തിൽ ഇല്ലെന്നുമായിരുന്നു സ്വരാജിന്റെ വാദം. പ്രസ് തകരാർ മൂലമാണ് പത്രം മുടങ്ങിയതെങ്കിൽ അടുത്ത വാരാന്ത്യ പതിപ്പിൽ കള്ളൻ സ്വരാജ് എന്ന പേരിൽ വേറൊരു ഫീച്ചർ കൊടുക്കാനുള്ള എല്ലാ സ്കോപ്പുമുണ്ട്. എന്നാൽ സ്വരാജിന്റെ ഈ പച്ചക്കള്ളങ്ങൾ പൊളിച്ചുകൊണ്ട് തിങ്കളാഴ്ച ദേശാഭിമാനിയിൽ അടുത്ത അടിയന്തര നടപടി നടന്നു. വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ KR അജയൻ ജോലിക്കെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്നും വാർത്ത ചോർത്തി നൽകിയെന്നും ആരോപിച്ച് M സ്വരാജ് അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പുറത്താക്കിയിരിക്കുകയാണ്. പ്രസ് തകരാറാണെങ്കിൽ എന്തിനാണ് ന്യൂസ് എഡിറ്ററുടെ വാതിൽ പൂട്ടിയതെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കേണ്ടി വരും. ഈ വിഷയത്തിൽ VSന്റെ മകൻ VA അരുൺകുമാർ നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. ദേശാഭിമാനി യുക്തി പോലെ ചെയ്യട്ടെ, പത്രം പ്രസിദ്ധീകരിക്കുന്നതും അല്ലാത്തതും രാഷ്ട്രീയമാണെന്ന ഒറ്റ വരിയിലാണ് അരുൺകുമാർ കാര്യങ്ങൾ തുറന്നടിച്ചത്. VS ഭരണകാലത്ത് ഭരണം സത്യസന്ധമായി മുന്നോട്ടു പോയാൽ അത് തങ്ങളുടെ അഴിമതിക്കും കൊള്ളയടിക്കും തടസ്സമാകുമെന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടി നേതൃത്വത്തിൽ ഇരുന്ന് കിങ്കരന്മാരെ കൊണ്ട് കൂച്ചുവിലങ്ങിട്ട ചരിത്രം ജനങ്ങൾ മറന്നിട്ടില്ല. ഒരു രണ്ടാം അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടാകാതിരിക്കാൻ പണിയെടുത്തവർക്ക് ഇന്ന് പത്രത്തിന്റെ പിൻപേജിൽ കള്ളൻ വിജയൻ എന്ന വാക്ക് കാണുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. പത്രമാധ്യമം എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ തെറ്റുകൾ തിരുത്താനോ കഴിയാതെ വെറുമൊരു പാർട്ടി ഏടായി ദേശാഭിമാനി അധംപതിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ഒരു സംഭവം. വിഭാഗീയതയുടെ പുകച്ചിൽ സ്വന്തം പത്രത്തിനുള്ളിലേക്ക് പടരുമ്പോൾ സത്യങ്ങൾ മൂടിവെക്കാൻ സ്വന്തം മാധ്യമപ്രവർത്തകരുടെ മുറി പൂട്ടിയിടുന്ന ഭരണശൈലിയാണ് CPM പുറത്തെടുക്കുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന നേതാക്കൾ സ്വന്തം പത്രത്തിൽ വാർത്തകൾ സെൻസർ ചെയ്യുന്നതും അച്ചടിച്ച പത്രം പിടിച്ചുവെക്കുന്നതും നാണക്കേടാണ്.